എല്ലാ കോൺഗ്രസ്സുകാർ ഇതിൽപ്പെട്ടു പോകുമ്പോഴും ഉടനെ ലീഗുകാർ രംഗത്ത് വരും. നമുക്കറിയാം വിശ്വപൗരൻ ശശി തരൂർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇറങ്ങി. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുത്തപ്പോൾ ജനഗണ രവി ഇറങ്ങി. ജനഗണ രവി അതിനെയും കോൺഗ്രസ്സുകാർ സഹായിക്കാൻ രക്ഷിക്കാൻ ലീഗുകാർ ഇറങ്ങി. ജനഗണ രവി ഇപ്പോൾ ഷെഡ്ഡി കയറിയപ്പോൾ ഇപ്പോൾ പീഡന വീരൻ മെസ്സേജ് രാഹുൽ രംഗത്തായി. അത് ഒന്ന് രണ്ട് സ്ത്രീകളല്ല, 8-10 സ്ത്രീകൾ, 11-12 സ്ത്രീകൾ ടെസ്റ്റ്. ഇത് തൊഴിൽ പോലെ പീഡനം നടത്തി വരികയായിരുന്നു. സ്ത്രീകൾ ദുർബലരും ബലഹീനരാണ്, പെട്ടുപോകും. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ പെടുത്തുന്നതാണ്. ഒരു ജനപ്രതിയാണെന്ന് ഓർക്കണം. ഒരു ജനപ്രതി ചതിയനായ ഈ മനുഷ്യന് എന്തിനാണ് നിങ്ങൾ ന്യായീകരിച്ചത്? നിങ്ങൾ തിരിച്ച് ലീഗുകാർക്ക് എന്തെങ്കിലും വിഷയം വരും കോൺഗ്രസ്സുകാർ ഇതുപോലെ സഹായിക്കാൻ വരുമോ? ഒരിക്കലും വരില്ല. ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനമൊന്നുമല്ല. ലീഗിൻ്റെ ശത്രു എന്ന് കോൺഗ്രസ്സാണ്. നമസ്കാരം, ഞാൻ വെമ്പായം നസീറാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തെ പിടിച്ചു കുലുക്കുക, മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചൊരു വിഷയത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള രാഷ്ട്രീയ ചരിത്രം ഇതുപോലൊരു മാനക്കേടുണ്ടാക്കിയൊരു വിഷയം വേറെ ഇല്ല. ഈ രാഹുൽ മാങ്കുട്ടത്തെ വിഷയം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മുസ്ലിം ലീഗുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ലീഗുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. ലീഗുകാരെ, നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ട് അല്പമെങ്കിലും. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ കോൺഗ്രസ് ഇറങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇറങ്ങുന്നത്? സത്യം, നിങ്ങൾ എന്തിനാണ് ഇറങ്ങുന്നത്? എന്ന് തുടങ്ങിയതാണ് ഈ കോൺഗ്രസ് നിങ്ങൾ ന്യായീകരണം തുടങ്ങിയത് എന്ന് തുടങ്ങിയതാണ്. എല്ലാ കോൺഗ്രസ്സുകാർ ഇതിൽപ്പെട്ടു പോകുമ്പോഴും ഉടനെ ലീഗുകാർ രംഗത്ത് വരും. നമുക്കറിയാം വിശ്വപൗരൻ ശശി തരൂർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇറങ്ങി. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുത്തപ്പോൾ ജനഗണ രവി ഇറങ്ങി. ജനഗണ രവി അതിനെയും കോൺഗ്രസ്സുകാർ സഹായിക്കാൻ രക്ഷിക്കാൻ ലീഗുകാർ ഇറങ്ങി. ജനഗണ രവി ഇപ്പോൾ ഷെഡ്ഡി കയറിയപ്പോൾ ഇപ്പോൾ പീഡന വീരൻ മെസ്സേജ് രാഹുൽ രംഗത്തായി. അത് ഒന്ന് രണ്ട് സ്ത്രീകളല്ല, 8-10 സ്ത്രീകൾ, 11-12 സ്ത്രീകൾ ടെസ്റ്റ്. ഇത് തൊഴിൽ പോലെ പീഡനം നടത്തി വരികയായിരുന്നു. സ്ത്രീകൾ ദുർബലരും ബലഹീനരാണ്, പെട്ടുപോകും. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ പെടുത്തുന്നതാണ്. ഒരു ജനപ്രതിയാണെന്ന് ഓർക്കണം. ഒരു ജനപ്രതി ചതിയനായ ഈ മനുഷ്യന് എന്തിനാണ് നിങ്ങൾ ന്യായീകരിച്ചത്? നിങ്ങൾ തിരിച്ച് ലീഗുകാർക്ക് എന്തെങ്കിലും വിഷയം വരും കോൺഗ്രസ്സുകാർ ഇതുപോലെ സഹായിക്കാൻ വരുമോ? ഒരിക്കലും വരില്ല. ലീഗിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനമൊന്നുമല്ല. ലീഗിൻ്റെ ശത്രു എന്ന് കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലീഗുകാരാണ്. ഈ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ഇതുപോലെ പീഡന വീരന്മാരെയും ക്രൂരന്മാരെയും സഹായിക്കാനും രക്ഷപ്പെടുത്താനാണോ മുസ്ലിം ലീഗ് ഉണ്ടാക്കി നിങ്ങളെ ഏൽപ്പിച്ചത്? മഹാനായ സുഫിവര്യനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും കായിദുൽ ഖൗം അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയയും മഹാനായ സീതി സാഹിബും ഉപ്പി സാഹിബും പോക്കർ സാഹിബൊക്കെ മഹാനന്മാർ പട്ടിണി കിടന്ന് ഈ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാക്കിയത് ഇതുപോലെ പീഡന വീരന്മാരെയും ക്രൂരന്മാരെയും രക്ഷിക്കാനും സഹായിക്കാനും പിന്തുണയ്ക്കാനാണോ ലീഗ് ഉണ്ടാക്കി നിങ്ങളെ കയ്യിൽ തന്നത്? ലീഗുകാരെ ന്യായീകരണം കാണുമ്പം എനിക്ക് തോന്നിപ്പോണതാണ്. കാരണം ഞാൻ പഴയ ഒരു ലീഗുകാരൻ ആയതുകൊണ്ട് അല്പൊന്നും ഉളുപ്പൊന്നുണ്ട ഒരു ഇതുകൊണ്ട്. മുസ്ലിം ലീഗ് പക്ഷേ പാർട്ടിയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പീഡന കേസിൽ പെട്ടുപോയിട്ടുണ്ട്. 1-2 പെടും. ഇതെങ്ങനെ ഇത് തൊഴിൽ പോലെ ഇയാൾ നടന്നതല്ലേ? തൊഴിൽ പോലെ ഒരു MLA അല്ലേ? MLA സത്യം പറഞ്ഞ മലയാളികൾക്ക് മാനക്കേട്, എല്ലാ രാഷ്ട്രീയക്കാരും മാനക്കേടാണ് അദ്ദേഹം വരുത്തി വെച്ചത്. തലയും കൊണ്ട് വെളിയിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി. മലയാളികൾ എന്നുള്ള നമുക്ക് ലജ്ജ തോന്നുകയാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ MLA ആയിട്ട് തുടരാൻ ഈ അർഹനല്ല. ഇത് എത്രയും പെട്ടെന്ന് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പുറത്തു പോകണം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പുറത്താക്കാൻ ഉള്ള സംവിധാനങ്ങൾ സ്പീക്കർ ചെയ്യണം. അല്ലെങ്കിൽ ഇദ്ദേഹം കോൺഗ്രസ്സുകാർ, നല്ല കോൺഗ്രസ്സുകാരുണ്ട്, ഖത്തർധാരികളായ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. അവരൊക്കെ പറയിപ്പിക്കാനില്ല ഈ രാഹുൽ മാങ്കൂട്ടൻ അതിനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പകൽ മാന്യനായിരുന്നു അദ്ദേഹം. ചാനലിൻ്റെ മുമ്പേയും അദ്ദേഹം മൈക്കിൻ്റെ മുമ്പേയൊക്കെ അദ്ദേഹം പിണറായി വിജയനെയും അങ്ങ് എടുത്ത് ഉടുക്കുന്ന അദ്ദേഹം അങ്ങ് വായി തോന്നുന്ന അദ്ദേഹം പറഞ്ഞ് ഇത് ഇടതുപക്ഷ പ്രസ്ഥാന നേതാക്കളെയെല്ലാം അദ്ദേഹം അടച്ചാക്ഷേപിക്കും. ഉണ്ടായിരുന്നു. മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നത് മാന്യനായ ഈ മനുഷ്യൻ്റെ മുഖം മൂടി അഴിഞ്ഞ് വീണിരിക്കുകയാണ്. പൊതിച്ചോറിന് DYFI, നമ്മളിപ്പോൾ DYFI ആര് ചെയ്താലും നല്ലതല്ലേ? ഞാൻ ആ പൊതിച്ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് വിശന്ന് ഇരുന്ന സമയത്ത്. 100 കണക്കിന്